إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പ്രവാചകത്വത്തിൻ്റെ തെളിവായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഗതികൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനും അതുവഴി അവർ പ്രവാചകനിൽ വിശ്വസിക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചില അത്ഭുതങ്ങൾ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾക്കാണ് നമ്മൾ മുഅ്ജിസത്തുകൾ എന്ന് സാധാരണയായി പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. പ്രവാചകന്റെ കൈകൾക്കിടയിലൂടെ വെള്ളം വന്നിട്ടുണ്ട്. പ്രവാചകൻ കൈവച്ചപ്പോൾ ഭക്ഷണം അധികരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ആ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കാലാകാലം നിലനിൽക്കുന്നതുമായ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതും കാലാകാലം നിലനിൽക്കുന്നതുമായ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് വിശ്വാസികളായ ആളുകൾ അതിൻ്റെ ദൈവികതയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് എന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും ഖുർആനിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവന് തുല്യമാണ്. അതേ സമയത്ത്
വിശ്വാസികളായ ആളുകൾക്കും വിശ്വാസികളല്ലാത്ത ആളുകൾക്കും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ്, ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിലേതാനും ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ദയിലെ 2-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വേദഗ്രന്ഥത്തിലും സംശയമില്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇത്രയും അസന്നിഗ്ധമായി സംശയരഹിതമായി പറയാൻ സാധിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അത് പറയുക മാത്രമല്ല, അതിനൊരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആൻ നിരത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞു തന്നെയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒന്നാകെയല്ല, 23 വർഷക്കാലഘട്ടത്തിലെ എന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ട് കാലത്തോളം വരുന്ന കാലദൈർഘ്യമുള്ള സമയത്തിനിടയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ കാരണങ്ങളാൽ, വ്യത്യസ്തമായ വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ തീർത്തും ഭിന്നമായ ഒരു കാലഘട്ടത്തിനിടയിലാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായത്. പക്ഷെ ആ വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫലാ തദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്നല്ല വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. കാരണം 23 വർഷക്കാലഘട്ടത്തിനിടയ്ക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വൈരുദ്ധ്യമില്ല എന്നത് അത്ഭുതമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏതൊരു പുസ്തകം ഇറക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഗ്രന്ഥം ഇറക്കുമ്പോഴും അതിൽ 2-ാമത്തെ എഡിഷനിൽ അതിന്റെ ആമുഖത്തെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിൽ ആദ്യത്തിൽ ഇല്ലാത്ത കുറച്ച് വാചകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അതെങ്കിൽ ചില അധ്യായങ്ങൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അതിൽ അക്ഷരത്തെറ്റുകൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ചില പുതിയ ആശയങ്ങൾ, ചില പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നിങ്ങനെ എന്തെങ്കിലും എഡിറ്റിംഗ് ഇല്ലാതെ സാധാരണയായിക്കൊണ്ടൊരു ഗ്രന്ഥവും പുറത്തിറങ്ങാതെ 2-ാമത്തെയും 3-ാമത്തെ എഡിഷനിലൊക്കെ അങ്ങനെ ഉണ്ടാവും. 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ ഖുർആനിൽ ഒരു ഹർഫ് പോലും ഈ മുസാഫിലില്ലാത്തൊരു പുള്ളി ഇതിലുണ്ട്, അതല്ലെങ്കിൽ ആ മുസാഫിലില്ലാത്തൊരു ആയത്ത് ഇതിൽ ഏറെ കൂട്ടിയിട്ടുണ്ട്, ആ മുസാഫിലുള്ള ഒരു ആയത്ത് ഇതിൽ കുറച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പറയാനോ അല്ലെങ്കിൽ കാണിക്കാനോ ആർക്കും സാധിക്കുകയില്ല. അതാണ് ഖുർആന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ല ആ ഖുർആനെങ്കിൽ നിങ്ങൾക്കതിൽ വൈരുദ്ധ്യങ്ങൾ തീർച്ചയായും കാണാമായിരുന്നു. പക്ഷെ ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ആയത്തുകളും ഈ ആയത്ത് അതിനെതിരാണ്, അത് മറ്റതിനെതിരാണ് എന്നൊക്കെ സാധാരണയായിക്കൊണ്ട് പറയാറുണ്ട്. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ മരിപ്പിക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ 3 തരം പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ എന്ന് കാണാം, അതുപോലെ തന്നെ തവഫത്തുഹു റുസുലുന എന്ന് കാണാം, മലക്കുൽ മൗത്താണ് മരിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇത് വൈരുദ്ധ്യമാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞു അള്ളാഹാണ് മരിപ്പിക്കുന്നത്, വേറെ സ്ഥലത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുകളാണ് മരിപ്പിക്കുന്നത്, വേറെ സ്ഥലത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുൽ മൗത്താണ് മരിപ്പിക്കുന്നത്. 3 വൈരുദ്ധ്യമാണോ? യഥാർത്ഥത്തിൽ ഇതിന് വൈരുദ്ധ്യം എന്നില്ല, ഇത് വൈവിധ്യമാണ്. ഈ 3 കാര്യങ്ങളും ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൽപ്പന കൊടുക്കുന്നത്, ആ മലക്കുൽ മൗത്തിന്റെ കൂടെ ഒരുപാട് മലക്കുകൾ വരുന്നു, മലക്കുൽ മൗത്താണ് റൂഹിനെ പിടിക്കുന്നത്. 3ഉം ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഖുർആനിലെ വൈവിധ്യങ്ങളാണ് പലപ്പോഴും പല ആളുകളും ഖുർആനിലെ വൈരുദ്ധ്യങ്ങളായി പ്രചരിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, അങ്ങനെ ഒരു വൈരുദ്ധ്യം ആർക്കും കാണാൻ കഴിയില്ല. 2-ാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ഇതുപോലെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവരും. വിശുദ്ധ ഖുർആൻ 3 ഘട്ടങ്ങളായിക്കൊണ്ടാണ് ആ വെല്ലുവിളി നടത്തിയത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആയത്തുകൾ കേട്ടതിനെ പരീക്ഷിക്കുകയും ഇതിപ്പോ ആർക്കും പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ എന്നതിൽ പുതുമയില്ലെന്ന് ആരോപിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാ 88-ാമത്തെ ആയത്തിലേക്ക് ഖുൽ, നബി അത്തരം പരിഹാസികളായ ആളുകളോട്, ഈ ഖുർആനെയും താങ്കളൊക്കെ വിമർശിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് പറയണം, ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, നിങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലത്തെ ഒരു ഖുർആന് നിങ്ങൾക്ക് 14 അധ്യായങ്ങളുള്ള 6000 ചില്ലാനും ആയത്തുകളുള്ള
ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ലാ യഅ്തൂന ബിമിസ്ലി, അതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരികയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ദഹീറ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായികളായിരുന്നാലും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിന്നുകളും മനുഷ്യന്മാരും സാഹിത്യത്തിന്റെ വിഷയത്തിൽ എന്ത് സഹായം ചോദിച്ചാലും, എന്ത് സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാലും നിങ്ങൾക്കതിന് സാധ്യമല്ല. ഇതൊന്നാമതായി അല്ലാഹു വെല്ലുവിളിച്ചു. ഖുർആൻ പോലത്തെ 114 അധ്യായങ്ങളൊരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ. പിന്നെ ആ വെല്ലുവിളി സൂറത്ത് ഹൂദിൽ അല്ലാഹു കുറച്ചു കൊടുത്തു. ഇനി 114 അധ്യായം വേണ്ട, 114 നിന്ന് 10 അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, വെറും 10 എണ്ണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, അം യഖൂലൂന ഇഫ്തറ ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലി മുഫ്തറയാത്തിൻ. നിങ്ങൾ 114 വേണ്ട, 114 അള്ളാഹ് കുറച്ചു കൊടുക്കുകയാണ്. കുറച്ചു കൊടുത്തിട്ട് പറഞ്ഞു 10 എണ്ണം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലി, ഒരു 10 സൂറത്തെങ്കിലും ഖുർആനെ പോലെ നിങ്ങൾ കൊണ്ടുവരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം അള്ളാഹ് വീണ്ടും സൂറത്ത് ബഖറയിൽ വീണ്ടും കുറച്ചു കൊടുക്കും. ഇനി 10 എണ്ണം വേണ്ട, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങൾ, സൂറത്ത് കൗസർ ആണെങ്കിലും നസ്ർ ആണെങ്കിലൊക്കെ 3 ആയത്തുകളാണുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പോലെ ആ ഒരു അധ്യായം, ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, 10 അധ്യായങ്ങളും കഴിഞ്ഞില്ലെങ്കിൽ 3 ആയത്തുകളെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിലുള്ളതിന് സമാനമായ രീതിയിൽ സാഹിത്യഭംഗിയിലും ആശയസമ്പുഷ്ടതയിലും അതുപോലെ തന്നെ ഗാംഭീര്യത്തിലുമൊക്കെ ഉൾക്കൊള്ളുന്ന നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷയെ നിങ്ങൾക്ക് കൊണ്ടുവരൂ എന്ന് ആരെയാണ് അള്ളാഹ് വെല്ലുവിളിച്ചത്? നമ്മളെപ്പോലെ മലയാളികളെ, അറബി അറിയാത്ത ആളുകളെയല്ല. അറബി സാഹിത്യത്തിലെ മുടിച്ചൂടാ മന്നന്മാരെ വിരാജിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ അടക്കമുള്ള സബഉ മുഅല്ലഖാത്തുകളൊക്കെ എന്ന് പറഞ്ഞ അറബി സാഹിത്യത്തെ വലിയ ക്ലാസിക്കുകളായി ഇന്നും അറിയപ്പെടുന്ന ജാഹിലിയത്തിലുള്ള ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത്. ഒരു 3 ആയത്തുകൾ നിങ്ങൾക്ക് കൊണ്ടുവരും, എന്നിട്ട് പറയൂ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ല അല്ലെങ്കിൽ ആണെന്ന്. ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് ഇങ്ങനൊരു വെല്ലുവിളി ഈ ഖുർആനില്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും വെല്ലുവിളിക്കാൻ കഴിയോ? ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിങ്ങളൊന്ന് എഴുതുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി വൈജ്ഞാനികമായും അതുപോലെ തന്നെ സാഹിത്യ സമ്പുഷ്ടമായും എഴുതാനൊക്കെ കഴിവുള്ള എത്രയോ മനുഷ്യന്മാർ ഇവിടെ ലോകത്തുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇന്നും 14 നൂറ്റാണ്ടുകളായി ആ വെല്ലുവിളി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അദ്ദേഹം ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല, മദ്രസയിൽ പഠിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കൈ കൊണ്ടൊരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. എന്തിനധികം പ്രവാചകൻ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന, ശത്രു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന കത്തുകളിൽ പോലും പ്രവാചകൻ ഒപ്പുപോലും വെക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകൻ സീലാണ് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു വലാ തഖുത്തുഹു ബിയമീനിക, നിന്റെ കൈ കൊണ്ട് താങ്കൾ വരച്ചിട്ടില്ല എന്നുള്ള പറഞ്ഞു. അങ്ങനെ നിരക്ഷരനായ ഉമ്മിയായൊരു പ്രവാചകൻ ഈ സാഹിത്യ സാമ്രാട്ടുകളുടെ ഇടയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മോദിക്കൊടുക്കുമ്പോൾ അവരിങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. ഈ ഖുർആനിന്റെ സാഹിത്യ ഭംഗിയിലും ഈ വിശുദ്ധ ഖുർആന്റെ ആകർഷണീയതയിലും ഇതിനെ എതിരിടാൻ വേണ്ടി വലീദ് ഇബ്നു മുഗീറയെ മക്കയിലെ മുശ്രിക്കുകളെ ആളുകൾ നിയോഗിച്ചു. വലീദ് ഇബ്നു മുഗീറ ചെന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകനോട് എതിരിടാൻ വേണ്ടി സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. ആ ഓതിക്കൊടുത്ത സന്ദർഭത്തിൽ വലീദ് ഇബ്നു മുഗീറ ചെവി പൊത്തി നിൽക്കുകയാണ്. മതി 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 മതി. എന്നിട്ട് തന്നെ പറഞ്ഞയച്ച് വിശുദ്ധ ഖുർആനിന് എതിരിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാഹിത്യകൃതി കൊണ്ടുവരാൻ വേണ്ടി മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞയച്ച വലീദ് ഈ ഖുർആൻ കേട്ടതിന് ശേഷം മക്കത്തെ മുശ്രിക്കോട് ചെന്ന് പറയുന്ന വാചകമുണ്ട്, വല്ലാഹി, പടച്ചോനെ തന്നെയാണ് സത്യം, ഇന്ന ലിഖൗലിഹി ലഹലാവ. ഈ മുഹമ്മദ് പറയുന്ന ഈ വാചകത്തിന് വല്ലാത്തൊരു ആകർഷണീയതയുടെ ഒരു മാധുര്യമുണ്ട്. വഇന്ന അലൈഹി ലതലാവ, അതിന് ചില ഗാംഭീര്യമുണ്ട്. അത് നമുക്ക് പറയാൻ കഴിയൂല. ഇതാരാ പറയുന്നത്? മുശ്രിക്കായ മനുഷ്യൻ. അതുപോലെ തന്നെ വഇന്നഹു ലമുസ്ബിറുൻ അലാഹു, ആ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, അതിന്റെ വാക്യങ്ങൾ, അതിന്റെ മുകൾ ഭാഗം പുഷ്കലമാണ് എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂഷ്ടമാണ്, നല്ല ഫലങ്ങളുണ്ട് അതിന്. മുഖ്ദിഖുൻ അസ്ഫലുഹു, അതിന്റെ അടിഭാഗമാകട്ടെ നല്ല പൂലുള്ള നല്ല വിളവെടുപ്പുള്ള രീതിയിലുള്ളതാണ്. വഇന്നഹു ലയഅലു വമാ യുഅല അലൈഹി, ആ വിശുദ്ധ ഖുർആൻ, ആ മുഹമ്മദ് ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ അത് ജനങ്ങൾ അതിജയിക്കുക തന്നെ ചെയ്യും. അതിന് അതിജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വമാ ഇൻ ഹാദാ ബിഖൗലി ബശരിൻ, ഇത് മുഹമ്മദിന്റെ വാചകമല്ല, ഇത് മുശ്രിക്കായ പരിശുദ്ധ ഖുർആനെ എതിർക്കാൻ വേണ്ടി മുശ്രിക്കുകൾ പറഞ്ഞയച്ച ആ മനുഷ്യൻ അള്ളാഹിന്റെ ഖുർആൻ കേട്ടപ്പോൾ വാ പൊളിച്ചു നിന്ന് മുശ്രിക്കുകളോട് പറഞ്ഞ വാചകാണ്.
ഇതാണ് ശുദ്ധ ഖുർആൻ. പ്രവാചകന്റേതാണെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ സംസാരം 40 കൊല്ലമായി കേൾക്കുന്നവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ. ഈ ഖുർആൻ ഓതിയപ്പോഴാണ് അവർക്ക് ഈ വാചകം ഇങ്ങനെ പറയേണ്ടി വന്നത്. അല്ല, റസൂലുള്ളാഹിന്റെ സംസാരം കേട്ടിട്ട് അവർക്ക് ഇങ്ങനെ ഇതുവരെ 40 കൊല്ലം തോന്നിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പ്രവാചകന്റേതല്ലെന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കി. എത്രത്തോളം ചോദിച്ചാൽ നമുക്കറിയാം, ഇസ്ലാമിന്റെ പ്രവാചകന്റെ കൊടിയ ശത്രുവായിരുന്നു അബൂജഹലും അബൂ സുഫിയാനും. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായി മക്കം ഫത്തിന്റെ അടുക്കൽ. ആ അബൂജഹല് മക്കത്തെ മുശ്രിക്കുകളായ ആളുകളെയും മറ്റുള്ള ആളുകളെയും ഒക്കെ പ്രവാചകനിൽ നിന്ന് അകറ്റുകയും ഖുർആൻ അവർ കേൾക്കാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റിയ ആളാണ്. പക്ഷെ അബൂജഹലിനൊരു പണി ഉണ്ടായിരുന്നു. ഉപ്പർക്ക് പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ തന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ മനോഹരമായി കൊണ്ട് ഓതുമ്പോൾ അതെല്ലാം പോയി കേൾക്കും അബൂജഹല്. കാരണം അബൂജഹലിനെ പോലും ആകർഷിപ്പിക്കാനുള്ള ഒരു ശക്തി ആ ഖുർആൻ ഉണ്ടായിരുന്നു. അബൂജഹൽ കേൾക്കുന്നത് കാണാതെ, അബൂജഹൽ കേൾക്കുന്നത് അറിയാതെ അബൂ സുഫിയാനും വേറെ വഴിയിലൂടെ വരും ഇത് കേൾക്കാൻ വേണ്ടി, ഇതിന്റെ ആകർഷണീയത്വം കൊണ്ട്. അറബി അറിയുന്ന ആളുകളെ സംബന്ധിച്ചും അറബി ഭാഷയിൽ സാഹിത്യം അറിയുന്ന ആളുകളെ സംബന്ധിച്ചും ആ ഖുർആൻ ഒരു മഹാത്ഭുതം തന്നെയാണ്. നമുക്കതിൽ ആകർഷണം തോന്നാത്തത് നമ്മൾ അറബി ഭാഷ പഠിക്കാത്തതുകൊണ്ടും അറബിയിലേക്ക് തിരിയാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോലും ഒരു ഭാഷ പഠിക്കണം എന്താ വെച്ചാൽ ആ ഭാഷ പഠിച്ചാൽ എന്താ ജോലി സാധ്യത ഉള്ളതെന്ന് നമ്മൾ ആദ്യം നോക്കുക. ഇത് പഠിച്ചാൽ എനിക്ക് ഇന്ന ജോലി കിട്ടും, എന്നാ പിന്നെ ആ ഭാഷ പഠിക്കുക. യഥാർത്ഥത്തിൽ അറബി ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളെല്ലാം ഭൗതികമായി കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അറബി സാഹിത്യ ഭംഗിയും വിശുദ്ധ ഖുർആന്റെ ആകർഷണീയത മക്കത്ത് മുശ്രിക്കിന് പോലും ബോധ്യപ്പെടാൻ. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂജഹൽ പോലും റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാത്ത് കേൾക്കാൻ പാത്ത് പതുങ്ങി രാത്രി വരാൻ. അങ്ങനെ അബൂ സുഫിയാനും അബൂജഹലും അബൂ സുഫിയാനും കൂടി കണ്ടുമുട്ടി. അവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഷളത്തനം തോന്നി. കാരണം നമ്മൾ പരസ്യമായി പകലിൽ ആളുകൾ ഇത് കേൾക്കരുത്, പറയരുത്, കാണരുതെന്ന് പറയും ചെയ്യാം. രാത്രി വന്ന് നമ്മൾ തന്നെ കട്ട് കേൾക്കുകയും ചെയ്യുക. ഇനി അവർ രണ്ടുപേരും പരസ്പരം കരാറുകൾ ഇനി മേലാൽ നമ്മൾ രണ്ടുപേരും കേൾക്കാൻ പാടില്ല. പിറ്റേന്ന് രാത്രിയായപ്പോൾ വീണ്ടും അവർ രണ്ടുപേരും വരികയാണ്. അങ്ങനെ വീണ്ടും കരാറുകൾ ഏർപ്പെട്ടാണ്. ഇങ്ങനെ കരാറുകൾ ഏർപ്പെട്ട് ലംഘിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വശ്യതയും ആകർഷണീയതയും അത്രമാത്രം കഠിന ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ പോലും സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രവാചകൻ 40 കൊല്ലം അബൂജഹലിന്റെ ഇടയിലാണ് ജീവിച്ചത്. ആ റസൂലുള്ളാഹി 40 കൊല്ലം സംസാരിച്ചിട്ട് ആ റസൂലുള്ളാഹിന്റെ സംസാരം കട്ടുകേൾക്കാൻ അബൂജഹൽ വന്നിട്ടില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി അവർ വന്നത് ആ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകന്റേതാണ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഇനിയും കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകിച്ചും അറാബികളായ ആളുകൾ, ഈ അറാബികൾക്കൊരു പ്രത്യേകത ഉണ്ട്. അറാബികൾ എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ കാട്ടറബികൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന അറബികളാകുമ്പോൾ മറ്റുള്ള ആളുകളുമായിക്കൊണ്ടും മറ്റു രാജ്യക്കാരുമായിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരുമായിക്കൊണ്ടും ഇഖ്തിലാത്ത് അല്ലെങ്കിൽ കൂടിച്ചേരൽ ഉണ്ടാകുമ്പോൾ അവിടെ ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ നമ്മുടെ മലയാളം എടുത്തു നോക്കി നിങ്ങൾ. മലയാളത്തിൽ നമ്മൾ മൈക്ക്, ഫാന്, സ്വിച്ച്, കാറ്, ജീപ്പ് ഇതെല്ലാം ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷുകാരാണ് ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിച്ചത്. അവിടെ ഒരുപാട് ഭാഷ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ. ഇതിനൊന്നും നമ്മൾ മലയാളം കണ്ടെത്തിയിട്ടില്ല. അതേസമയത്ത് ഈ മറ്റുള്ള ആളുകളുടെ അധിനിവേശം ഇല്ലാത്ത നാടുകൾ അവർ പ്യൂറായ ഭാഷ അവരുടേതായ ഭാഷയിലാണ് അവർ സംസാരിക്കുക. ഇതുപോലെയാണ് അറബികളായ ആളുകൾ. അറബിയിൽ പിന്നെ നാട്ടിലല്ലാത്ത കുറച്ചൊക്കെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറബികൾക്ക് ശുദ്ധമായ അറബി ഭാഷ ഉണ്ടായിരുന്നു. ആ ശുദ്ധമായ അറബി ഭാഷ ഉള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവർക്ക് കേട്ടാൽ വേഗത്തിൽ അതിന്റെ സാഹിത്യ ഭംഗി മനസ്സിലാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 80-ാമത്തെ ആയത്ത്, അതൊരു മുസ്ലിം ഇങ്ങനെ ഓതുമ്പോൾ ഒരു അറാബിയായ മനുഷ്യനിലൂടെ പോകാൻ ഇതാണ് ആയത്ത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരൻ ബിന്യാമിനോട് പിടിച്ചു വെച്ചല്ലോ. ആ പിടിച്ചു വെച്ചതിന് ശേഷം തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഇനി അദ്ദേഹത്തെ വിടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരാശരായപ്പോൾ അവർ ചുറ്റും യോഗം കൂടി എന്നാണ് ആയത്തിന്റെ അർത്ഥം. പക്ഷെ ആയത്തിന് വല്ലാത്തൊരു വശ്യത ഉണ്ടായിരുന്നു. ആറാബി പറഞ്ഞു, ആയത്ത് നീ ഓതി ആയത്ത് ഒന്നുകൂടി ഒന്നുകൂടി ഓത്. അപ്പൊ അദ്ദേഹം വീണ്ടും ഓതി കൊടുത്തു, ഒന്നുകൂടി ഓതുന്നു. അപ്പൊ 3 പ്രാവശ്യം കേട്ടപ്പോ അയാൾ പറയും, അഷ്ഹദു അന്ന മഖ്ലൂഖൻ ലാ യഖ്ദിറു അലാ മിസ്ലി ഹാദൽ കലാം. പടച്ചോനെ തന്നെ സാക്ഷി ചെയ്തു, ഇതൊരു മഖ്ലൂഖിന് പറയാൻ കഴിയുന്ന ഒരു അറബി വാചകല്ലത്. കാരണം അറാബിക്ക് അവർ ഒറ്റ ആയത്ത് കേട്ടപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ മറ്റൊരു അറാബി സമിഅ റജുലൻ യഖറഉ ഫസ്തഅ ബിമാ തുഅ്മർ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ 94-ാമത്തെ ആയത്താണ്. ഫസ്തഅ ബിമാ തുഅ്മർ എന്ന ആയത്ത് കേട്ടപ്പോൾ അറാബി അറിയാതെ സുജൂദിലേക്ക് വീണുപോയി. ആയത്ത് കേട്ടപ്പോ
ആ ആയത്തിന്റെ ഗാംഭീര്യം കൊണ്ട് അറബിയായ മനുഷ്യൻ അറിയാതെ സുജൂദിൽ, അത് മുസ്ലിമൊന്നും ആയിട്ടില്ല, പക്ഷെ ആ ഖുർആന്റെ വശ്യത അങ്ങനെ ഉണ്ടായിരുന്നു. അൽ ആന ഹസ്ഹസൽ ഹഖ് എന്ന സൂറത്ത് യൂസുഫിലെ 51-ാമത്തെ ആയത്ത് കേട്ടപ്പോൾ മാ ഹാദാ മിൻ കലാമിൽ ബശർ എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ അത്രയും വലിയ സാഹിത്യ സമ്പുഷ്ടത മക്കത്തെ മുശ്രിക്കുകളെ പോലും ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ വാചകമല്ല, അത് അള്ളാഹുവിന്റെ വാചകമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി മാത്രമല്ല, അറബി ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള നാലാമത്തെ കാര്യം അതിന്റെ അത്ഭുതകരമായ വാചക ഘടനയും അതുപോലെ തന്നെ അത്ഭുതകരമായ ആകർഷണീയത്വം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 4-ാമത്തെ ആയത്തിൽ കാണാം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകം, ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് തലയിൽ നര ബാധിച്ചതിനെ കുറിച്ച് പറയാണ്, തലമുടി നരച്ചിട്ടുണ്ട്. അപ്പൊ അസാബനി ഷെയ്ബ് എന്ന് പറയുന്നത് വസ്തഅല റഅസു ശൈബ എന്ന, എന്റെ നര വേഗത്തിൽ വ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാചകം വസ്തഅല റഅസു ശൈബ എന്ന, എന്റെ തലയിൽ നര കത്തുകയാണ് എന്നാണ് പദം. ഇത് അറബി സാഹിത്യത്തിന്റെ വലിയൊരു സാഹിത്യ പ്രയോഗം. കാരണം ഒരു ഉണങ്ങിയ പ്രദേശത്തിന് തീ പിടിച്ച വേഗത്തിൽ തീ പടരും. ഇതുപോലെ എന്റെ തലയിലെ നര അത് വേഗത്തിൽ പടരുന്നു എന്ന് പറയാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ച പദം വസ്തഅല റഅസു ശൈബ എന്നാണ്. അതേപോലെ തന്നെ ഫിർഔൻ സൂറത്ത് താഹയിൽ 71-ാമത്തെ ആയത്തിൽ കാണാം, ഫിർഔൻ തന്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുസ്ലിമീങ്ങളായ ആളുകളെ ക്രൂശിക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഈന്തപ്പന തടിയിൽ ക്രൂശിക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് വല ഉസല്ലിബന്നക്കും അലാ ജുദൂഇൻ നഖൽ എന്നല്ല, വല ഉസല്ലിബക്കുന്നു ഫീ ജുദൂഇൻ നഖൽ എന്ന. അതിന്റെ മുകളിൽ ക്രൂശിക്കുന്നതിനെ സംബന്ധിച്ച് അല എന്നാണ് സാധാരണ അറബിയിൽ പ്രയോഗിക്കുക. പക്ഷെ വിശുദ്ധ ഖുർആൻ അവിടെ അല പറയാതെ ഫീ എന്നാണ് പ്രയോഗിച്ചത്. അതിന്റെ ഉദ്ദേശം എന്താണ്? ആ ഫീ എന്ന് പറഞ്ഞാൽ ആ ക്രൂശിക്കുന്നത് ആ മരത്തിന്റെ പുറത്താണെങ്കിലും അത്രയും ശക്തമായ കെട്ടുകളും ആണികളും അടിച്ച് അവരതിന്റെ ഉള്ളിലേക്ക് കയറ്റിയതുപോലെയാണ് ക്രൂശിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ അവിടെ അലക്ക് പറയാതെ ഫീ എന്ന് സാധാരണ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം സൂറത്തു സുമറിൽ വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ. സൂറത്തു സുമറിൽ അള്ളാഹുവിന്റെ സത്യനിഷേധികളായ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കാഫിരികളായ ആളുകളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ട് ചെല്ലുമ്പോൾ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ, അതിന്റെ നരകത്തിന്റെ കവാടങ്ങൾ അവർക്ക് മേൽ തുറക്കപ്പെടും. അവിടെ ഫുതിഹത് അബ്വാബുഹാ എന്ന് പറഞ്ഞു. എന്നാൽ അതിന് ശേഷമുള്ള ആയത്തിൽ വസീഖൽ ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, അവിടെ വിശ്വാസികളായ ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഹത്താ ഇദാ ജാഉഹാ വഫുതിഹത് അബ്വാബുഹാ, അവിടെ വാവ് കൂട്ടി പറഞ്ഞു. അത് സാധാരണയായിക്കൊണ്ട് പണ്ഡിതന്മാരോട് വാവ് സാമന എന്ന് പറയാം. കാരണം നരകത്തിന്റെ വാതിലുകൾ 7 എണ്ണമാണ്, അവിടെ വാവിന്റെ ആവശ്യമില്ല. അതേസമയത്ത് സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളെ കുറിക്കാൻ വേണ്ടിയാണ് 8നെ പറ്റി പറയുമ്പോൾ വാവ് കൂട്ടി പറയാ. ഇതൊക്കെ അറബികൾക്ക് പരിചയമില്ലാത്ത, എന്നാൽ അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റം ബലീഗായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇതേപോലത്തെ സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും, സയഖൂലുന സലാസത്തു റാബിഉഹും കൽബുഹും വയഖൂലുന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജമുൻ ബിൽ ഗൈബ്. എന്നാൽ വയഖൂലുന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും, അവിടെ സാമിനുഹും എന്ന് പറഞ്ഞപ്പോൾ അവിടെ വാവേറെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിന്റെ അത്ഭുതം എന്താ ചോദിച്ചാൽ, ഈ വിശുദ്ധ ഖുർആനിൽ ഈ 14 നൂറ്റാണ്ടുകളായി ഈ വാവുള്ള സ്ഥാനത്ത് നിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് വാവ് കൂട്ടൂല, ആ വാവ് ഇപ്പുറത്തേക്ക് മാറൂല. ഇതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ഇങ്ങനെ വളരെ കൃത്യമായ പദപ്രയോഗങ്ങളും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, അത് 6-ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. പക്ഷെ ആ ചരിത്രത്തിൽ അത്ഭുതകരമായ കൃത്യതയാണ് വിശുദ്ധ ഖുർആനെ വ്യതിരിക്തമാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചരിത്രം എന്നാൽ ഒരു ചരിത്രകാരന്റെ ഭാവന എന്താണ് വരിക, അതായിരിക്കും ചരിത്രം. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സംബന്ധിച്ച് ഒരു RSSകാരൻ ചരിത്രം എഴുതിയാൽ അതാകൂല മറ്റുള്ള ആളുകൾ, ഒരു മതേതരത്വത്തിന്റെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു മതേതരവാദിയായ ആളുകൾ ഒരു ഇന്ത്യൻ ചരിത്രം എഴുതും. ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം രണ്ട് വീക്ഷണത്തിലാണ് എഴുതുക. അതാണ് ചരിത്രത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതായത് വിശുദ്ധ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായ പ്രയോഗം നമുക്ക് ഒറ്റ ഉദാഹരണം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ നമുക്കറിയാം, മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പൊട്ടക്കെറ്റിലിട്ടു. അവസാനം ആ മിസ്റിലേക്കാണ് അദ്ദേഹത്തെ അവർ വിറ്റത്. അങ്ങനെ അവിടെയുള്ള ഭരണാധികാരിയുടെ അടുക്കിലേക്കും അതുപോലെ ജയിലിലേക്കൊക്കെ അദ്ദേഹം എത്തുന്നുണ്ടല്ലോ.
അപ്പൊ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിലേക്ക് എത്തിയ സന്ദർഭത്തിന്റെ അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് അവിടുത്തെ മലിക്, രാജാവ് എന്നാണ്. വഖാലൽ മലികു ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സിമാനി. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലുണ്ടായപ്പോ അവിടെയുള്ള ഭരണാധികാരിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ കുറിച്ച് മലിക്, രാജാവ് എന്ന. ഇനി ആ മലിക്കിന്റെ രാജാവിന്റെ മന്ത്രിയായിരുന്നു, ആ മന്ത്രിയുടെ വീട്ടിലാണ് മഹാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ ഇംറഅത്തുൽ അസീസ്, മന്ത്രിയെക്കുറിച്ച് അസീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചു. എന്നാൽ അതേ സമയത്ത് കുറച്ചുകൂടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി ജീവിച്ച അതേ നാട്ടിലേക്ക് മൂസാ നബി വരികയാണ്. അപ്പൊ ആ മൂസാ നബി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഭരണാധികാരിയെ സംബന്ധിച്ച് മലിക്ക് എന്നല്ല അല്ലാഹു പ്രയോഗിച്ചത്, ഫിർഔൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ അധിക്ഷേപിക്കാൻ വേണ്ടി, ഖുർആനിന്റെ ചരിത്ര അബദ്ധങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ ആളുകൾ, ഓറിയന്റലിസ്റ്റുകളും മറ്റുമൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമത്. എന്നാൽ ഇന്ന് വളരെ കൃത്യമായിക്കൊണ്ട് പിന്നെ സ്ഥലങ്ങളിൽ നടന്ന പഠനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച സന്ദർഭത്തിൽ അവിടെ ഹൈക്സോസ് വർഗമാണ് അവിടെ ഭരണം നടത്തി ഈജിപ്തിൽ. ഈ ഹൈക്സോസ് വർഗം എന്ന് പറഞ്ഞാൽ അസലിയായിക്കൊണ്ട് ഈജിപ്ഷ്യൻസുകളല്ല എന്ന് പറഞ്ഞാൽ ആ മിസ്റിലുള്ള ആളുകളല്ല. അവർ അന്യനാട്ടിൽ വന്ന് ആട്ടിടയന്മാരായിക്കൊണ്ട് വന്ന് ആ നാടിൽ അധികാരം പിടിച്ചെടുത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാടിന്റെ സാധാരണയായിക്കൊണ്ട് ഫിർഔനിന്റെ അവിടുത്തെ നാട്ടുകാർ ഭരിക്കുമ്പോൾ ആ നാട്ടുകാരുടെ ഭരണാധികാരികൾക്ക് ഫിർഔൻ എന്ന് പറയാം. പക്ഷെ ആ നാട് മറ്റൊരാൾ പിടിച്ചെടുത്ത് ആ നാട്ടിലേക്ക് മറ്റുള്ള ആളുകൾ അവിടുത്തെ നാടിന്റെ അധികാരം കൈപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവിടെ വിശുദ്ധ ഖുർആൻ യൂസുഫ് നബിന്റെ കാലത്തെക്കുറിച്ച് ഫിർഔൻ എന്ന് പറഞ്ഞില്ല. യൂസുഫ് നബിന്റെ കാലത്തെ പറ്റിയപ്പോൾ മലിക്, രാജാവ് എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളെ സഹായിക്കുന്ന ആളുകൾക്ക് അസീസ് എന്നാണ് അവർ പേര് പറഞ്ഞിരുന്നത്. കൃത്യമായിരുന്നു പ്രയോഗം. അതേസമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ അവിടുത്തെ ഭരണം മാറിയിട്ടുണ്ട്. ഭരണാധികാരികൾ അവിടുത്തെ ഈജിപ്ഷ്യൻസ് തന്നെയാണ് അവിടെ ഭരണം നടത്തിയത്. ആ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് ഫിർഔൻ. നിങ്ങൾ ആലോചിച്ച്, ഒരേ നാട്ടിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ച് രണ്ട് വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തിയത് എങ്ങനെയാണ്? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര കിതാബ് ഓതിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്രയും ഡീപ്പായ ആഴത്തിലുള്ള ചരിത്രം അറിയുന്ന വ്യക്തി പോലുമില്ല. ഇതിന് പോലും വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം വളരെ കൃത്യമായി കാണാൻ കഴിയുന്നത്. ഇതൊരിക്കലും പ്രവാചകന്റെ വാചകമല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അനവധി തെളിവുകളിൽ ചില തെളിവുകൾ മാത്രം. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ അമാനുഷികത ഓരോന്നായിക്കൊണ്ട് അള്ളാഹുവിന്റെ കിതാബിന്റെ വെളിപ്പെടും. അല്ലാഹു പറഞ്ഞു, സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഇങ്ങനെയുള്ള ഈ നമ്മുടെ ആയത്തുകളുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അവിടെ ചക്രവാളങ്ങളിൽ തന്നെ ഏതൊരു കാഫിറിനും ഏതൊരു മുസ്ലിമിനും മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും കൃത്യമായ തെളിവുകളോട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഗാംഭീര്യതയും ആ ഗ്രന്ഥത്തിന്റെ അമാനുഷികതയും ആളുകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ 23 വർഷക്കാലത്തിനടുക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ഇറങ്ങിയിട്ടും അതിൽ ചില എണ്ണങ്ങളും അതുപോലെ തന്നെ ചില കണക്കുകളുമെല്ലാം വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന. വിശുദ്ധ ഖുർആനിൽ യൗം എന്ന പദം, ദിവസം എന്ന പദം ഏകദേശം 365 തവണയാണ് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, സൂര്യന്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടറിൽ ഏകദേശം 365 ദിവസമാണ് ദിവസങ്ങളായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഷഹർ 12 എന്നുള്ളത് മാസങ്ങൾ 12 ആ 12 സ്ഥലങ്ങളിലാണ് ഷഹർ എന്ന പദം വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രവാചകൻ ഇങ്ങനെ കുത്തിരുന്ന് ഓരോ ദിവസത്തിന്റെയും കണക്കാക്കി ഇങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്തല്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ പിന്നീട് പണ്ഡിതന്മാർ ഓരോന്നോരോന്നായി പുറത്തെടുത്ത് മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് 145 സ്ഥലങ്ങളാണെങ്കിൽ ആ ജീവിതത്തിന് ശേഷമുള്ള മരണത്തെക്കുറിച്ചും അത്ര തന്നെ
എണ്ണം സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ഈ പദങ്ങളുടെ ഈ ഒരു ക്രമീകരണത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ശാസ്ത്രത്തിന്റെ വിഷയം എടുത്താൽ ഒരുപാട് പറയേണ്ടതാണ്. ഒറ്റ വാചകം മാത്രം പറയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻകബൂത്തിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പിന്നെ ഒരു നിരർത്ഥകതയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നുണ്ട്. മസലുൽ ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ. അള്ളാഹ്ക്ക് പറയും ഔലിയാക്കന്മാരെ സ്വീകരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്ത് വിഷയം വന്നാലും പടച്ചവനോട് ചോദിക്കൂല. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള പടച്ചവൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ അള്ളാഹ് കഴിവ് കൊടുത്ത ആൾക്കാരെന്ന് പറഞ്ഞ് അവരോട് അള്ളാഹ് ചോദിക്കുക. കഴിവ് കൊടുത്ത അള്ളാഹിനോട് ചോദിക്കൂല. നമ്മൾ ആലോചിച്ച് നോക്കണം ഈ വൈരുദ്ധ്യം. അള്ളാഹ് വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മസലുൽ ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ. അള്ളാഹ്ക്ക് പറഞ്ഞു ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ. ഉദാഹരണം കമസലിൽ അൻകബൂത്ത്, ഒരു ചലന്തിയെ പോലെയാണ്. ഇത്തഖദത് ബൈതൻ വ ഇൻ ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ആ ചലന്തി അതൊരു വീട് നിർമ്മിച്ചിരിക്കുന്നു. വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ചലന്തിയുടെ വലയാണ്, അല്ലെങ്കിൽ ചിലന്തിയുടെ എട്ടുകാലിയുടെ വീടാണ്. ലൗകാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ. ഇവിടെ ആ വീട് നിർമ്മിക്കുന്ന ചിലന്തിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തഖദത്ത് ബൈതൻ എന്നാണ്, അഥവാ സ്ത്രീലിംഗമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ചിലന്തികളിൽ ആൺചലന്തിയുണ്ട്, പെൺചലന്തിയുണ്ട്. അപ്പൊ എട്ടുകാലി ആണുണ്ട് പെണ്ണുണ്ട്. പക്ഷെ വല നിർമ്മിക്കുന്നതും കൂട് നിർമ്മിക്കുന്നതും പെണ്ണാണ് എന്നുള്ള ഇപ്പം മനസ്സിലാക്കിയത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു പറയാണ് ഇത്തഖദത് ബൈതൻ. ആ ചലന്തി വീടുണ്ടാക്കുന്നത് പെണ്ണാണ്, ആണല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ യാദൃശ്ചികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെയോ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇങ്ങനെ ഈ ആൺ പെൺ വ്യത്യാസം കണ്ടെത്താനും ഇത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാനുമുള്ള ശാസ്ത്ര ശാഖകളില്ല. അതുപോലെ തന്നെ ശാസ്ത്രീയമായ മാർഗങ്ങളുമില്ല, ഒരു സംഗതികളുമില്ല. എന്നിട്ട് പോലും ആ ചലന്തികളിൽ വീടുണ്ടാക്കുന്നത് സ്ത്രീകളാണ് എന്ന് കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പർവ്വതങ്ങൾ ആണികളാണെന്ന് പറഞ്ഞു. അപ്പം ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് എംബ്രിയോളജി ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. സ്കാനിങ്ങോ എക്സ്റേയോ അതുപോലെ തന്നെ മറ്റൊന്നുമില്ലാത്ത കാലഘട്ടത്തിലും ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സൂറത്ത് ഹജ്ജിലും സൂറത്ത് മുഅ്മിനിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഗർഭാശയത്തിലുള്ള 3 ഇരട്ടുകൾ, ഗർഭാശയം തുറന്നു നോക്കുന്ന ശസ്ത്രക്രിയൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൻ്റെതായിക്കൊണ്ട്, വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിന്റെ കിതാബാണെന്നും ആ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ദൈവികമാണെന്നും മനസ്സിലാക്കി തരുന്ന ഒരുപാട് തെളിവുണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം നമ്മൾ കുടുംബവുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കൃത്യവും വ്യക്തവുമായ ഈ ഗ്രന്ഥമിറക്കിയ അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെയാണ് കുടുംബജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുള്ളത്. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ് അനന്തരാവകാശ നിയമമാണെങ്കിലും അല്ലെങ്കിൽ ഖുർആന്റെ നിയമങ്ങളാണെങ്കിലും സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലൊക്കെ അത് ഖുർആന്റെ ചില പരാമർശങ്ങളിലൊക്കെ അബദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഖുർആന്റെ കുറച്ചൊന്നും ശരിയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പെണ്ണുങ്ങൾ വീട്ടിലത്തെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതൊരു എന്താ പറയാ, മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് സ്വന്തം പെൺമക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അടുക്കളയിലുള്ള ചില രുചികരമായ ഭക്ഷണത്തിന്റെ കാര്യം അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾ പറയും അത് സ്ത്രീ വിരുദ്ധമായി പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് നമ്മളെ നാട്ടിൽ. ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾക്ക് തോന്നുകയാണ് വീട്ടിലെ പണികളൊന്നും ആ പെണ്ണുങ്ങളുടെ ബാധ്യത ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സഹോദരന്മാർ, ഞാനിത് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചില കൃത്യമായ നിർദ്ദേശങ്ങളും പ്രവാചകരുടെ നിർദ്ദേശങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ സൃഷ്ടികളോ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളോ അല്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ നിയമമാണ്. അത് തന്നെയാണ് തൊലാഖിന്റെയും ഖുൽഇന്റെയും അതുപോലെ തന്നെ കുടുംബബന്ധത്തിലേക്ക് നിയമം. ഇത്രയും കൃത്യവും വ്യക്തവുമായ ഖുർആൻ ഇറക്കിയ പടച്ചോൻ തന്നെയാണ് തൊലാഖിന്റെ നിയമം ഇറക്കിയിട്ടുള്ളത്, ഖുൽഇന്റെ നിയമം ഇറക്കിയിട്ടുള്ളത്, ഭർത്താക്കന്മാരെ ബാധ്യത പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ഭാര്യമാരെ ബാധ്യതകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലൊന്നും ഒരു അബദ്ധമില്ലെങ്കിൽ ഈ കുടുംബജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ അബദ്ധമുണ്ട്, അനന്തരാവകാശത്തിന്റെ നിയമങ്ങളിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാത്തതും മനസ്സിലാക്കാത്തതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെറ്റായ ചിന്തകളിൽ നിന്നെല്ലാം നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അല്ലാഹു അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ.
ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശക്തിയും അതുപോലെ തന്നെ ഫലവും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിലും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.